സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുന്നുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടാകും. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മഴക്കെടുതി സാഹചര്യങ്ങൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു. വിവരങ്ങളുമായി അലക്സ്ര മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ജില്ലകൾ പുലർത്തേണ്ട ജാഗ്രത? ഇപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. 3-4 ദിവസം കൂടി അതിശക്തമായ രീതിയിൽ തന്നെ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അലക്സ് രാമു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 4 ദിവസം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അടുത്ത 3 ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ 3 ദിവസവും മുഴുവൻ ജില്ലകളിലും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാകട്ടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അത്തരം മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 21 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി മഴ ലഭിച്ചിരുന്നു. അതായത് ഇന്നലെ രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെയുള്ള വിവിധ ഈ മഴ സ്റ്റേഷനുകളുടെ കണക്കനുസരിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ ലഭിച്ചത് 300 മില്ലിമീറ്ററിനും അത് 200 മില്ലിമീറ്ററിനും ഇടയിൽ മഴയിലാണ്. അത്തരത്തിൽ അതിതീവ്ര മഴ ഈയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കൂടുതലാണ് ആ പ്രദേശം.